അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ അതിഥികൾ ചൂരൽമലയിലെ കുട്ടികളായിരുന്നു. മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പം വന്നു. നമ്മൾ തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ പോയി. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം മിസ്സാക്കാൻ പാടില്ലാത്ത ഒരാളുണ്ട്. ആരായിരിക്കും സുധി? പറയണോ? പറയണോ? പറഞ്ഞോ. ആസിഫ് അലി, നമ്മുടെ സ്വന്തം ആസിഫ് അലി. ആസിഫ് അലി ഇല്ലാതെ നമുക്ക് ഇക്കുറി എന്തോണം. ആസിഫ് അലിക്കും ഇക്കോണം സ്പെഷ്യലാണ്. ഇത്തവണത്തെ ഓണം ആസിഫ് അങ്ങ് സത്യമാണ് കേട്ടോ. കിഷ്കിന്താകാണ്ടോ അങ്ങ് തൂക്കി. ആസിഫ് അലി നമുക്കൊപ്പം ഇരിപ്പുണ്ട്. ഒരു പുതിയ സ്റ്റൈലിലാണ് ഇരിക്കുന്നത് ആസിഫ് അലി. ആസിഫ് അലിയുടെ ഷർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? പളപള ഉള്ള ഷർട്ടുമായിട്ട്, പടം പോലെ പളപള മിന്നുന്ന ഷർട്ടുമായിട്ടാണ് ആസിഫ് അലി. ആസിഫ് അലി എങ്ങനെ വന്നാലും നമുക്ക് ഇഷ്ടമാണ്. അതെ അതെ. അപ്പൊ ആ ലുക്ക് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ആസിഫ് അലി, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി തിരുവോണം. താങ്ക് യു അരുൺ, താങ്ക് യു സോ മച്ച്. അരുണിന്റെ എനർജി ആയിട്ട് എങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള എന്റെ തയ്യാറെടുപ്പിലായിരുന്നു ഞാനിത്. അരുൺ, ഇതെന്റെ ഓണക്കോടിയാണ്. എൻ്റെ ഭാര്യ എനിക്ക് ഇന്ന് രാവിലെ, അതായത് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഉത്രാടപ്പാച്ചിലായിരുന്നു. കിഷ്കിന്താകാണ്ഡം എന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് അത്ര ഗംഭീര അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെയുള്ള എല്ലാ തിയേറ്റേഴ്സിലും കയറി ഇറങ്ങി ആളുകളെ കണ്ട് നേരിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇന്നലെ. ഇന്ന് വെളുപ്പിലാണ് എത്തിയത്. അപ്പോൾ ചോദിക്കാതെ തന്നെ പറയാം, കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ, ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. എന്തായാലും യെസ്, ഇന്ന് റിപ്പോർട്ടറിൻ്റെ കൂടെ ഈ ഓണ ആഘോഷത്തിൽ പങ്കുചേരാൻ പറ്റുന്നതും ഇന്ന് ഓണമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന, ഈ ക്യാമറ ചെയ്യുന്ന, കൂടെ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഓണം ആശംസിച്ചുകൊണ്ട് തന്നെ എനിക്ക് തുടങ്ങാം. പ്രശ്നമുണ്ട്. ഈ കണ്ണ് പഴുത്ത് ചീഞ്ഞളിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന നടനെന്നാണ് ആസിഫ് അലിയെ പറ്റി എല്ലാവരും പറയാറ്. അപ്പോൾ ആ കണ്ണിനെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ ഇന്നത്തെ ലുക്കിന് മറ്റൊരു പ്രത്യേകത സമയം തന്നാൽ ഞാൻ തീർച്ചയായിട്ടും സൂക്ഷിക്കാം. അതെ, ഇന്നത്തെ ആസിഫിന്റെ ലുക്കിന് മറ്റൊരു പ്രത്യേകത. ഈ കൂളിംഗ് ഗ്ലാസും ഈ ജുബയൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ നമ്മുടെ ഫ്രീക്കൻ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഓർമ്മയിലേക്കാണ്. അപ്പൊ ഈ ഓണക്കാലത്ത് ആസിഫിന് എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓണം ആ ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ കോളേജ് കാലഘട്ടത്തിലെ ആ ഒരു ഫ്രീക്കൻ കാലഘട്ടം എങ്ങനെയാണ്? ഈ കമ്മിറ്റിയിലെ ആഘോഷ കമ്മിറ്റികളിലൊക്കെ സജീവമായിരുന്നില്ലേ? അതെ, അത് ശരിക്കും ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. ഞാൻ കോളേജിലൊക്കെ ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാനത്ത് മെരിയൻ എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. ബി ബി ആണ് അവിടെ പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് കമ്പം, തേനി, അവിടെ പോയി പൂക്കളെടുക്കുക, അല്ലെങ്കിൽ ഓണാഘോഷത്തിനുള്ള സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ആഘോഷ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ എല്ലാ കുരുത്തക്കേടുകളും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ കാണുമ്പോൾ അങ്ങനെ മാന്യനായിട്ടൊന്നും തോന്നുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ പറയുന്നു, ഓണം കോളേജിൽ ഞാൻ ആഘോഷിച്ചിരുന്നത് ഏറ്റവും എല്ലാ രീതിയിലുള്ള കുരുത്തക്കേടുകളുടെയാണ്. അപ്പോൾ ഓണം ഒരു പരിധി വരെ വരുമാന മാർഗമായിട്ട് വരെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടുള്ള സഹപ്രവർത്തകരുടെ കൂടെയാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യവും ഓണം അങ്ങനെ തന്നെയാണ്, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ആസിഫ്, എന്തായാലും ഇത്തവണത്തെ സന്തോഷം എന്ന് പറയുന്നത് കിഷ്കിന്താകാണ്ഡ സിനിമയുടെ ഒരു വിജയം തന്നെയാണ്. ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഓണാഘോഷം? ഇന്നലെ ഉത്രാടപ്പാച്ചിലിന്റെ നല്ല തിരക്കിലായിരുന്നു എന്ന് അറിഞ്ഞു. ഇന്നിപ്പോ എങ്ങനെയാണ് ആഘോഷം? എന്താണ് പ്ലാൻ? ഓണം ആഘോഷം ഈ പ്രാവശ്യം വീട്ടിൽ തന്നെയാണ്. ജമയുടെയും ആദുവിൻ്റെയും ഹൈഡയും കൂടെ ഓണം ആഘോഷിക്കാൻ പ്ലാൻ ഇടുകയും അത് വലുതാവുകയും എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇങ്ങോട്ട് എത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതുവരെയുള്ള ഓണാഘോഷങ്ങളുടെ ശീലം. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജമ വാങ്ങിച്ചെന്ന ഓണക്കോടിയാണിത്. രാവിലെ ഓണക്കോടി ഇട്ട് ഏറ്റവും വലിയ സന്തോഷം ഇതല്ലേ, പ്രേക്ഷകരായിട്ട് കേരളം മുഴുവനുള്ള ഇന്ന് റിപ്പോർട്ടർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വീടുകളിൽ എത്തി ഓണം നേരിട്ട് ആശംസിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഈ ഓണം കണ്ടത്തോടു കൂടി തന്നെ വളരെ സത്യനന്ദിക്കാട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, കണ്ടിരുന്നോ? കണ്ടിരുന്നു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞാനത് പ്രേക്ഷകർക്ക് വായിക്കാം. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ കണ്ട് മലയാള സിനിമ തകർന്ന് തരിപ്പണമാകുമോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് കിഷ്കിന്താകാണ്ഡം കണ്ടത്. എന്താണ് സത്യനന്ദിക്കാട് കുറിച്ചത്? ആ അർത്ഥത്തിൽ ആസിഫ് ചെയ്ത് വലിയൊരു കാര്യം. കാരണം ഞങ്ങളെയൊക്കെ വർഗശത്രുക്കളായിട്ട് ചില സിനിമാ മേഖലയിലെ ആളുകൾ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അറിഞ്ഞു. എന്നെയൊക്കെ കണ്ട പിടിച്ചിട്ട് തല്ലുമെന്നാണ് പറഞ്ഞത് ചില ആളുകൾ. പുറത്ത് ഹെൽമെറ്റ് വെച്ചോണ്ട് ഇറങ്ങാതെ നിന്നെ ശരിയാക്കി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചൊരു കാര്യം ചെയ്ത് കേട്ടു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വളരെ
സത്യസന്ധമായിട്ട് വന്ന് മൊഴി പറഞ്ഞ ആളുകളോടൊപ്പം നിൽക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ മറവിൽ ചില ആളുകൾ ചില കാര്യങ്ങൾ തൂക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. വ്യാജ പ്രചരണവുമൊക്കെ ആയിട്ട് വല്ലതും തടയുമെന്നൊക്കെ നോക്കി ഇറങ്ങിയ ചില ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ പൊളിച്ച് കൈ കൊടുത്തു. ഇപ്പോൾ ചില ആളുകൾ, ഞാൻ പേര് പറയുന്നില്ല, കാര്യം അതൊക്കെ കോടതിയിലിരിക്കുന്ന കേസുകളായതുകൊണ്ട്, ആ സമയത്ത് ഈ സിനിമയോടും സിനിമാ താരങ്ങളോടുമുള്ള കാഴ്ചപ്പാടൊക്കെ മാറി വരുന്നൊരു ഘട്ടത്തിലാണ് കിഷ്കിന്ധാകാന്ഡം ഇറങ്ങുന്നതും അസിഫിനെ പോലെയുള്ള നേതാക്കൾ, സിനിമാ താരങ്ങൾ വലിയ നിലപാടുമായിട്ട് വരുന്നതും. അതിലൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ അസീഫ്. കാരണം അങ്ങനെ ആദ്യം പ്രതികരിച്ചതും അസീഫ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അല്ലേ. അപ്പോൾ അസീഫ്, ആ അർത്ഥത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിന് നല്ല പ്രതികരണമാണ്. വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു അല്ലേ പ്രേക്ഷകർ? അരുൺ, എപ്പോഴും ഒരു വലിയ തിരിച്ചറിവാണ് ഞങ്ങൾ. അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉള്ള ഒരു മീഡിയമാണ്. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതോ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതോ ഒന്നും ആളുകൾക്ക് പ്രശ്നമല്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം 2-3 മണിക്കൂർ ഒരു എൻ്റർടൈൻമെൻറ്റ് സോഴ്സായി മാത്രമാണ് സിനിമയെ കാണുന്നത്. അപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളുകൾ തിയേറ്ററിലേക്ക് വരും. എല്ലാ ഫെസ്റ്റിവലിലും തിയേറ്റേഴ്സിൽ വന്ന് സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്പർ 1 ഓപ്ഷൻ. അപ്പോൾ ഈ ഓണത്തിനും ഇത്രയും വലിയ പ്രശ്നങ്ങളും കോൺട്രവേഴ്സീസും നടക്കുന്നതിനിടയിലൂടെ ഇത്രയും വലിയൊരു വിജയം സംഭവിച്ചു എന്നുള്ളത് വീണ്ടും ഒരു തിരിച്ചറിവാണ്. പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചവർക്കും ഈ ഒരു സീസണിൽ ഹേമ കമ്മിറ്റി അതിന്റെ വിവാദം ദിവസം TV തുറന്നു വെച്ചാലും ഹേമ കമ്മിറ്റി പീഡനം വാർത്തകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു ഇമേജ് ഇങ്ങനെ താഴെ ആയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കിഷ്കിന്ധാകാന്ഡം പോലൊരു പ്രോജക്റ്റ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ആസിഫ്? അരുൺ, ഇതിന് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ടിനെ പറ്റിയോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷനെ പറ്റിയിട്ടോ ഒന്നും ആയിരുന്നില്ല. ഈ ഒരു സിനിമ ഒരിക്കലും ഒരു ഫെസ്റ്റിവൽ സീസൺ റിലീസായിട്ട് ഞങ്ങൾ മനസ്സിൽ കണ്ടിരുന്നില്ല. ഇതൊരു, നമുക്കറിയാം, ഒരു നല്ല സിനിമ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു സിനിമ, നമുക്ക് ധൈര്യം തരുന്ന ഒരു സിനിമ പല സമയത്തും തിയേറ്റേഴ്സിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധ നേടാതിരിക്കുകയും അത് ഓൺലൈനിലോ OTTയിലോ വരുമ്പോൾ ആളുകൾ കാണുകയും അതിനെപ്പറ്റി എഴുതുകയൊക്കെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഈ സിനിമ ഞങ്ങൾ ഫസ്റ്റ് എഡിറ്റ് കണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി, ഇത് ഓണത്തിന് റിലീസ് ചെയ്യാം എന്നുള്ളത്. ആ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റ് കൃത്യമായിരുന്നു എന്നുള്ളതാണ് ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഫെസ്റ്റിവൽ റിലീസിന് വേണ്ടി അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സിനിമകളായി പ്ലാൻ ചെയ്ത് റിലീസ് ചെയ്ത സിനിമകളോടൊപ്പം ഈ സിനിമ റിലീസ് ചെയ്യുകയും ഇത് ആളുകൾ ഏറ്റെടുക്കുകയും ഓണത്തിനുള്ളൊരു ഫസ്റ്റ് ചോയ്സായി സിനിമ മാറുകയും ചെയ്തതിൻ്റെ അകത്തല്ലേ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആ ടെൻഷൻ എല്ലാം മാറി ഈ സിനിമ ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നു എന്നും പ്രേക്ഷകരിലേക്ക് ഇത് എത്തിയെന്നും പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതുമാണ് ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, സോറി ആസിഫ്, ഞാൻ സംവിധായകന്റെ പേരാ പറഞ്ഞത്, ദിജിത്ത് അയ്യത്താൻ അല്ല, ആ പേരും പറയാൻ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. വ്യത്യസ്തമായ ഒരു പേരാണ് അല്ലേ? ഈ കക്ഷി അമണിപ്പിള്ളയുടെ ഡയറക്ടർ തന്നെയാണ് ഇദ്ദേഹം അല്ലേ ആസിഫ്? അതെ 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 അതെ. ആസിഫിന്റെ പൊതുവായുള്ള ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ സോൾട്ട് ആൻഡ് പേപ്പർ ഒക്കെ കണ്ട സമയത്ത് ഒരു ആസിഫ് ഒരു പ്രത്യേക ഒരു റൊമാൻറ്റിക് നായകനായിരുന്നു. പെട്ടെന്നാണ് എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് കൂമൻ സിനിമ കണ്ടത്. കൂമൻ സിനിമയിലെ ആസിഫിന്റെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ്. അപ്പം നമ്മൾ ഈ കിഷ്കിന്ധാകാന്ഡത്തിലേക്കും വരുന്നത് ഈ ഓണം കിഷ്കിന്ധാകാന്ഡം എടുത്തു കഴിഞ്ഞു ഈ പ്രേക്ഷകരെന്ന് പറയുമ്പോഴും ആ ഒരു ത്രില്ലർ തന്നെയാണല്ലോ പ്രേക്ഷകരെ ഇങ്ങനെ ആ സസ്പെൻസിൽ നിർത്തുന്നത്. അപ്പം എന്താണ് ഈ കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് വരുമ്പം ആസിഫിന്റെ ആ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്? എനിക്ക് ഈ സിനിമയെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ്, ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ തുടങ്ങുകയും ഇവഞ്ച്വലി ഇതൊരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണുന്ന ആളുകൾക്ക് അതൊരു വലിയ ട്രീറ്റായിട്ട് തന്നെ. ഇപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയ സാധാരണക്കാരായ സിനിമാ പ്രേക്ഷകർ എന്നോട് പറയുന്നത് ദൃശ്യം സിനിമയോടാണ് ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ദൃശ്യം കൊടുത്തൊരു എക്സ്പീരിയൻസ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു രഹസ്യം ഉണ്ടാവും, നമ്മൾ മാത്രം അറിയുന്നൊരു രഹസ്യം. അപ്പോൾ ആ രഹസ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നൊരു ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലോസ്, ഒരു ഭയങ്കര അടുപ്പം ആ സിനിമയോട് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ളൊരു റെസ്പോൺസാണ് ഈ സിനിമയെ പറ്റി ആളുകൾ പറയുന്നത്. എഗെയിൻ സോൾട്ട് ആൻഡ് പേപ്പറും കൂമനും ഉയരെയും ഒക്കെ കണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന പോലെയാണ് ഈ സിനിമയെ പറ്റി ഇത്രയും ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഓണം വളരെ സ്പെഷ്യലാണ്. ഈ ഓണത്തിൻ്റെ എല്ലാവരെയും വിളിച്ച് ഈ സിനിമ കണ്ട എല്ലാവരെയും പറ്റി ഇതിൻ്റെ അഭിപ്രായം ചോദിക്കണം എന്നുണ്ട്. അപ്പോൾ
ആസിഫിന്റെ മുഖത്ത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്കൊന്നും അടുത്ത കാലത്ത് മലയാള സിനിമയ്ക്ക് കിട്ടിയ നല്ല ത്രില്ലറായിട്ടാണ് പൊതുവെ എല്ലാവരും ക്രിട്ടിക്കുകളടക്കം ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആസിഫെ, ഇനിയിപ്പം ഇന്ന് തിരുവോണത്തിനും വീട്ടിൽ പൂർണ്ണമായിട്ടുണ്ടാവും, ഈ അതിനുശേഷം യാത്രകളൊക്കെ ഉണ്ടോ? പൊതുവെ ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻസിന്റെ സമയമായിരിക്കുമല്ലോ ഇനിയിപ്പോ. അരുൺ, ഇന്ന് എന്തായാലും വീട്ടിൽ തന്നെയുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇങ്ങോട്ട് വരുന്നുണ്ട്. വീട്ടിൽ ഓണാഘോഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ശീലം അതാണ്. അപ്പോൾ അതിനുശേഷം നാളെ മുതൽ ഞാനിപ്പോൾ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു റിലീസിനോടനുബന്ധിച്ച് ഒരുപാട് കോൺട്രവേഴ്സിയും ഒരുപാട് സംസാരങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അപ്പോൾ നാളെ മുതൽ അതിൻ്റെ ലൊക്കേഷനിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യണം. പക്ഷേ ഈ ഓണം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചതാണ് അരുൺ. കാര്യം ഓണം റിലീസുകൾ എനിക്ക് സ്പെഷ്യലാണ്. എൻ്റെ ആദ്യമായിട്ടാണ് ഒരു ഓണം റിലീസിന് ഒരു എതിരഭിപ്രായമില്ലാതെ ആളുകൾ ഒരു സിനിമയെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കാമോ അങ്ങനെ എല്ലാം ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. സാർ, നമ്മൾ ഈ ആസിഫിന്റെ ഈ ഒരു സന്തോഷം പറഞ്ഞില്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ജഡ്ജ്മെന്റ് കാര്യം, ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അവർക്ക് എന്നുള്ളത്. ഈ സിനിമ കഴിഞ്ഞ തിയേറ്ററിൽ നിന്ന് ഇവര് അപർണയും ആസിഫും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കരയുന്ന ഒരു വീഡിയോ. അതായത് ആ ഒരു എത്രത്തോളം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ വിജയിച്ചതിന്റെ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ആസിഫ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് നന്നായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ അരുൺ നേരത്തെ സൂചിപ്പിച്ച പോലെ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം 5 വർഷത്തെ സമയമെടുത്താണ് ഡിജിത്ത് ഈ സിനിമയെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. ബാഹുൽ എന്ന് പറഞ്ഞ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സിനിമറ്റോഗ്രാഫർ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പം ഇങ്ങനൊരു സിനിമ വന്ന് ഇത് നന്നായി വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് നരേഷൻ മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമ നന്നാവണമെന്ന്. എഗെയിൻ അപർണ ബാലമുരളിയുടെ കൂടെ ഞാൻ ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ്. 4 സിനിമകളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളെങ്കിലും മലയാളി പ്രേക്ഷകർ ഒരുപാട് പേര് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജോഡി അല്ലെങ്കിൽ ഒരു പെയർ എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അപർണയുടെ കൂടെ വീണ്ടും ഒരു സിനിമ ചെയ്യുമ്പോൾ അതും സ്പെഷ്യലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ സിനിമ സ്പെഷ്യലായിരുന്നു. അപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തി, പ്രേക്ഷകർ അത് ഏറ്റെടുത്തു, ഒരു നമ്പർ 1 ചോയ്സ് ആയിട്ട് ഈ ഓണത്തിന് സ്വീകരിച്ചു എന്നൊക്കെ ഉള്ളത്. ഈ ശരിക്കും ഞാൻ ഇന്ന് എൻ്റെ പ്ലാൻ ഒരു 10 മണി വരെ ഉറങ്ങുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് നിങ്ങളായിട്ടൊരു സംസാരിക്കാനൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു, എൻ്റെ ഓണക്കോടി എടുത്തിട്ട് റിപ്പോർട്ടറിന്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവരുടെ വീടുകളിലെത്തി ഈ ഓണം കളർഫുൾ ആക്കാനുള്ള ഞാൻ ആസിഫിന് അധിക സമയം എടുക്കുന്നില്ല. എന്നാൽ ആസിഫിന് ഞങ്ങൾക്ക് ഇവിടെ ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് മിസ് ചെയ്തിരുന്നു. എനിക്കറിയാം ആസിഫിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് രാവിലെ തിരക്കുകൾക്കിടയിൽ കുറച്ച് റെസ്റ്റ് വേണം എന്ന് ഞങ്ങളും കരുതി. താങ്ക് യു ആസിഫ്. അപ്പോൾ ഗംഭീരമാവട്ടെ ഇത്തവണത്തെ ഓണക്കാലം കുടുംബാംഗങ്ങൾക്കൊപ്പം. പ്രേക്ഷകർ എന്തായാലും അത് ഏറ്റെടുത്തു. അപ്പോൾ ആസിഫ് തകർക്കാം. നമുക്കിനി മറ്റൊരു അവസരത്തിൽ എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു ആസിഫ് അലി. നമ്മൾ അപ്പോൾ ഹസീഫുമായിട്ടുള്ള തിരുവോണം അല്ലേ ഇത്തവണ കളറാക്കി പൊളിയാക്കി. ആസിഫ് ഇട്ടിരിക്കുന്ന ഷർട്ട് പോലെ പൊളിയാക്കി അല്ലേ. അപ്പോൾ പളപളാ മിന്നുന്ന ഷർട്ടുമായിട്ടാണ് ആസിഫ് വന്നത്. അപ്പോൾ പളപളാ മിന്നുന്ന ഓണക്കോടികളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക.